UGC കൺവെൻഷൻ കരട് നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം എന്തുകൊണ്ട് പിൻവലിക്കണമെന്ന് 15 വിഷയങ്ങളിലൂടെ പ്രമേയം നിർദ്ദേശിച്ചു. UGC കരട് നിർദ്ദേശത്തിൽ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉത്കണ്ഠയുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. വൈസ് ചാൻസലർ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ ഇതുവരെ നിലനിന്നിരുന്ന അധികാരങ്ങൾ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള നടപടികൾക്ക് എതിരായിട്ടുള്ള നമ്മുടെ അഭിപ്രായം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വൈസ് ചാൻസലർ നിയമനം മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർ, ഗസ്റ്റ് ലെക്ചറർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് നിയമനം നടക്കുമ്പോൾ മിനിമം അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വേണ്ട എന്നുള്ള രീതിയിൽ അക്കാഡമിക് ക്വാളിറ്റിയെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ഈ UGC റെഗുലേഷൻ സ്വീകരിക്കുന്നു. അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ റെഗുലേഷനകത്തുള്ള ഒട്ടനവധി പ്രതിലോമകരമായിട്ടുള്ള പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റെഗുലേഷൻ വിഡ്രോ ചെയ്യണം എന്നുള്ളതാണ് ഈ റെസല്യൂഷനിൽ ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. പ്രശാന്ത്, പ്രമേയത്തിലെ വിവരങ്ങൾ എന്താണ്? മന്ത്രി ആർ ബിന്ദു വിശദീകരിച്ച പോലെ പ്രധാനമായും സംസ്ഥാനങ്ങളുടെ ആശങ്ക അത് തന്നെയാണ് ഈ പ്രമേയത്തിൽ ഉന്നയിക്കുന്നത്. 14 വിഷയങ്ങൾ ആണ് പ്രധാനമായും പ്രമേയത്തിലുള്ളത്. അതിൽ VC-മാരുടെ നിയമനത്തിൽ കേന്ദ്രത്തിന്റെ കടന്നുകയറ്റം, അത് ഗവർണർക്കാണ് പൂർണ്ണ അധികാരം. ഒപ്പം തന്നെ VC-മാരായി മറ്റു മേഖലയിലുള്ളവർ, അതായത് അക്കാഡമീഷ്യന്മാരല്ലാതെ വ്യാവസായിക പ്രമുഖ മേഖലയിൽ നിന്നുള്ളവർക്ക് അടക്കം വരുമ്പോൾ ഇത് വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കും. പ്രൊഫസർമാരുടെ നിയമനത്തിലൊക്കെയുള്ള UGC-യുടെ പുതിയ കരട് നിർദ്ദേശം ഒരു തരത്തിലും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കൺവെൻഷനിൽ വ്യക്തമാക്കുന്നത്. ഈ 15ാമത്തെ നിർദ്ദേശം എന്നത് ഈ UGC-യുടെ കരട് റെഗുലേഷൻ പൂർണ്ണമായും പിൻവലിക്കണമെന്നതാണ്. ഏതായാലും ബംഗളൂരുവിൽ നടന്ന കൺവെൻഷന് ശേഷമാണ് കേരളത്തിൽ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കൺവെൻഷൻ നടന്നത്. ഇതിന്റെ അടുത്ത ഘട്ടമായി ഹൈദരാബാദിൽ കൺവെൻഷൻ നടക്കും. അതിനുശേഷം പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കാണും. പ്രധാനമന്ത്രിയെ കണ്ടും ആശങ്ക അറിയിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ സമാന മനസ്സുള്ള ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും സർക്കാരുകളുടെയും തീരുമാനം. എന്തായാലും ഇന്നത്തെ കൺവെൻഷനിൽ കേരളത്തിലെ 11 VC-മാരിൽ 10 VC-മാരും പങ്കെടുത്തില്ല. മലയാളം സർവകലാശാല VC എൽ സുഷമ മാത്രമാണ് പങ്കെടുത്തത്. ഈ വിഷയം നമ്മൾ മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ കാരണം ജനാധിപത്യ ബോധമുള്ളവർ ഇതുമായി സഹകരിക്കണമായിരുന്നു. പങ്കെടുക്കാത്ത VC-മാർക്ക് ഔചിത്യബോധമില്ല എന്നതാണ് മന്ത്രി വിശദീകരിക്കുന്നത്. UGC വിഷയത്തിൽ താല്പര്യമുള്ളവരും ജനാധിപത്യ ബോധമുള്ളവരും ഇന്നത്തെ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവർ പങ്കെടുക്കാതിരുന്നത് ശരിയായില്ല. അവർക്ക് അതിനോട് അവർ വിശ്വാസം പുലർത്തുന്നില്ല എന്ന വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഗവർണർ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. UGC-ക്കെതിരായ ശരി പ്രശാന്ത്.